H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് കുത്തനെ കൂട്ടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അപേക്ഷാ ഫീസ് $1 ലക്ഷം ഉയർത്തി. ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഈ നീക്കം. കുടിയേറ്റം തടയുന്നതിനുള്ള നീക്കമെന്നാണ് ട്രംപിന്റെ വിശദീകരണം. അതേസമയം ഇന്ത്യ അമേരിക്ക വാണിജ്യ കരാർ ചർച്ചകൾ പുനരാരംഭിക്കുന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ അടുത്ത ആഴ്ച വാഷിംഗ്ടണിലേക്ക് തിരിക്കും. വിവരങ്ങളുമായി ജിഷ്ണു ചെയ്യുന്ന വിഷ്ണു, ഒരു ഭാഗത്ത് ഇന്ത്യയെ പ്രശംസിക്കുക, മോദിയെ പ്രശംസിക്കുക, മറ്റൊരു ഭാഗത്ത് ഇതുപോലെ ഇരട്ടത്തിരുവ പിഴത്തിരുവ, ഇതാ ഏറ്റവും ഒടുക്കം H-1B വിസയുടെ ചാർജ് കൂട്ടിയിരിക്കുന്നു. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഇന്ത്യക്കാരെയാണ്. ഏകദേശം 88 ലക്ഷം രൂപയുടെ അധിക പണമാണ് ഇത്തരത്തിൽ അധിക ഫീസായി ചാർജ് ഈടാക്കുന്നത്. ഇത് എന്തിനാണ് ഇന്ത്യ ഇങ്ങനെ വിടാതെ അമേരിക്ക പിന്തുടരുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്? ഒരു നിർണയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എവിടെയും. അത് വലിയ ചോദ്യമാണ് സുഹൈൽ. പ്രത്യേകിച്ച് ഈ പിഴത്തീരുവയ്ക്ക് ശേഷം, തീരുവ പ്രഹരത്തിന് ശേഷം 50% തീരുവയ്ക്ക് ശേഷം ഇതാ മറ്റൊരു വലിയ പ്രഹരം ഇന്ത്യക്കാർക്ക് മേൽ വന്നിരിക്കുന്നു, ഇന്ത്യൻ തൊഴിലാളികൾക്ക് മേൽ വന്നിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 71% H-1B വിസയും കൈവശം വെച്ചിരിക്കുന്നത് ഇന്ത്യക്കാരാണ് അവിടെ ഈ വിസയിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നത്. അത് മാത്രമല്ല, ഈ H-1B വിസയിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ വാർഷിക വരുമാനത്തെക്കാൾ വലുതാണ് $1 ലക്ഷം എന്ന് പറയുന്ന ഈ തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 90 ലക്ഷം രൂപയാണ് അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരുന്നത്. അത്രയും പൈസ നൽകണം. ഇനി അവിടെ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് തന്നെ ഇനി അവിടെ തുടരണമെങ്കിൽ ഇത്രയും പൈസ നൽകേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ഇത് എവിടെ നിന്നാണ് വർദ്ധിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് H-1B വിസയ്ക്ക് നേരത്തെ ഒരു തൊഴിലാളി കൊടുക്കേണ്ടിയിരുന്നത് $215 മാത്രമായിരുന്നു. അതുപോലെ തൊഴിൽ ദാതാവ് നൽകേണ്ടിയിരുന്നത് $780 മാത്രമായിരുന്നു. അവിടെ നിന്നാണ് ഇത് $1 ലക്ഷം വർദ്ധിക്കുന്നത്. ഇത് അമേരിക്കയുടെ കുടിയേറ്റം പ്രതിരോധിക്കുക എന്ന നയത്തിന്റെ ഭാഗം തന്നെയാണ്. ഇത് നേരത്തെ തന്നെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ JD വാൻസ് ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഇവിടെ H-1B വിസയിലൂടെ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവരുന്നതിലൂടെ അമേരിക്കയിലുള്ള തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടുന്നു എന്ന സാഹചര്യമുണ്ട് എന്ന് JD വാൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 90,000 അമേരിക്കക്കാർക്കാണ് ഇത്തരത്തിൽ തൊഴിൽ പോയത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം തുടരാൻ സാധിക്കില്ല. മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ കാരണം അമേരിക്കക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഇനി അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്ന പരാമർശം നേരത്തെ തന്നെ JD വാൻസിന്റെ ഭാഗത്തു നിന്നുണ്ടായതുകൊണ്ട് തന്നെ അതിന്റെ തുടർച്ചയിൽ തന്നെ നമ്മൾ ഇതിനെ കാണണമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഇതിന് ശേഷം H-1B വിസയ്ക്ക് ശേഷം അതിന്റെ കൂടെ തന്നെ ട്രംപ് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് ഗോൾഡൻ കാർഡ് വിസ എന്ന് പറയുന്നത്. അതിന് വലിയ തുകയാണ്. അത് 18 കോടി രൂപ അല്ലെങ്കിൽ 9 കോടി രൂപയൊക്കെയാണ് അതിന്റെ ചാർജായി വരുന്നത്. എന്ന് വെച്ചാൽ വലിയ പ്രഹരം തന്നെ ഇന്ത്യക്ക് മേലുണ്ടാവുക, അല്ലെങ്കിൽ ഇന്ത്യക്കും ചൈനയ്ക്കും മേലുണ്ടാവുക എന്നത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. തീരുവയ്ക്ക് ശേഷം വലിയൊരു പ്രഹരവുമായി അമേരിക്ക ഇന്ത്യക്കെതിരെ നീങ്ങിയിരിക്കുന്നു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. സുഹൈൽ, എന്തായാലും ഇന്ത്യക്ക് കനത്ത പ്രഹരമാണ്. അതേസമയം അമേരിക്കയ്ക്കും സമാനമായി ടെക്നിക്കലി പ്രൊഫഷണലായ ആളുകളെ കിട്ടുന്നതിലും വലിയ ക്ഷാമം ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.